പെൺപോരാട്ടത്തിന് LDF സർക്കാർ 3 വ്യത്യസ്തമായ പ്രചാരണ തന്ത്രങ്ങൾ. എന്നാൽ ഗൗരവത്തോടെ മുന്നോട്ട് അതീവ ശ്രദ്ധയോടെയാണ് പിണറായി സർക്കാർ പ്രചാരത്തിന് ഇറങ്ങുന്നത്. മുൻകാലങ്ങളിൽ ആരോപിക്കപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് വ്യക്തമായി മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യം. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നതാണ് ഇത്തവണത്തെ പ്രധാന പ്രചാരണ മുദ്രാവാക്യം. CPIM തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ പുതിയ വാചകം പുറത്തിറക്കിയിരിക്കുന്നത്. 2016 LDF വരും, എല്ലാം ശരിയാകുമെന്നും 2021 ഉറപ്പാണ് LDF എന്നതുമായിരുന്നു ഇടതുമുന്നണിയുടെ ഹിറ്റ് മുദ്രാവാക്യങ്ങൾ. ശക്തമായ പ്രചാരണവുമായി തന്നെ LDF മുന്നോട്ട് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നടി ഭാവനയാണ് പ്രധാന വേഷത്തിൽ. സെറ്റല്ലേ, നമ്മൾ ഈ യാത്ര തുടരും എന്ന വാക്കുകളോടെയാണ് വീഡിയോ അവസാനിക്കുന്നത്. നടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. സ്കൂളുകൾ, ആശുപത്രികൾ, വാട്ടർ മെട്രോ, ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയ സർക്കാരിന്റെ പ്രധാന പദ്ധതികളെ വീഡിയോയിൽ കോർത്തിണക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി റാപ്പർ വേടൻ ആലപിച്ച കാത്തിരുന്ന കാലമേ എന്ന് തുടങ്ങുന്ന പ്രചാരണ ഗാനവും നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഒന്നായി തുടരാം നവകേരളത്തിലേക്ക് എന്ന ടാഗ് ലൈനോടെയുള്ള ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ വിഷയമാണ്. പെൺ പോരാട്ടത്തിന് LDF സർക്കാർ 3 എന്ന ആശയം വളരെ നല്ലത് തന്നെയാണ്. ഈ ആശയത്തോടെ വനിതാ ദിനത്തിലാണ് ഭാവന ഉൾപ്പെട്ട വീഡിയോ പുറത്തുവിട്ടത് എന്നതും ശ്രദ്ധേയം. മുൻ തിരഞ്ഞെടുപ്പുകളിലെ വിജയം ആവർത്തിക്കാനും ഭരണ തുടർച്ച ഉറപ്പാക്കാനുമായി അതീവ ഗൗരവത്തോടെയുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് ഇത്തവണയും LDF ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്ത്രീകളെ കയ്യിലെടുത്താൽ എന്തെങ്കിലും നടക്കൂ എന്ന് ഈ സർക്കാർ മനസ്സിലാക്കുന്നു. ആശമാരുടെ പോരാട്ടം പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തിയ വിഷയമായിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ കേരള സ്ത്രീകൾക്ക് ഒന്നടങ്കം വിരോധമുള്ള മറ്റൊന്നുകൂടി സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്: മദ്യനയം. കേരള സ്ത്രീകൾ മദ്യനയം അനുകൂലിക്കുന്നില്ല. എന്തായാലും മലയാളികൾ സ്നേഹിക്കുന്ന മഞ്ജു വാര്യരെയും ഭാവനയും ഒക്കെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് LDF പുറത്തിറക്കിയ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യത്തിന് അതേസമയം പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ആയുധമാക്കിയാണ് സോഷ്യൽ മീഡിയയിൽ യൂത്ത് കോൺഗ്രസ് ഈ മുദ്രാവാക്യത്തെ കടന്നാക്രമിച്ചിരിക്കുന്നത്. കക്കാനും കൈയിട്ട് വാരാനും മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന കുറിപ്പോടെ LDF പോസ്റ്ററിന് മറുപടി പോസ്റ്ററുകൾ പങ്കുവച്ചാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. 2016 എല്ലാം ശരിയാകും, 2021 ഉറപ്പാണ് LDF എന്നീ ഹിറ്റ് വാചകങ്ങൾക്ക് ശേഷം മൂന്നാം ഭരണത്തിനായി LDF അവതരിപ്പിച്ച വാചകത്തെയാണ് യൂത്ത് കോൺഗ്രസ് കടന്ന് ആക്രമിച്ചിരിക്കുന്നത്. കക്കുക മുക്കുക എന്ന ഹാഷ്ടാഗോടെയാണ് ഇവരുടെ പ്രചാരണം. അതേസമയം തന്നെ സർക്കാർ ക്യാമ്പയിനുകൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. വിവിധ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയും PR പ്രചാരണങ്ങളിലൂടെയും LDF പ്രചാരണം കൊഴുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.